മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചു കാലം മുമ്പ് വരെ ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് യുവാക്കള്, മധ്യവയസ്കര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും സർ? ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ കുറച്ചുപേര് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ധാരണ കാര്യമായി മാറാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പുതിയ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമാണെന്ന്. ഇതെന്റെ തോന്നലാണ്, ശരിയാവണമെന്നില്ല. ഇന്ന് ഭാരതത്തിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നവര് ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കുറേ വ്യക്തികളെ കാണുമ്പോൾ അവരോട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ അവര് ശരി സർ, ഞാൻ പറ്റുന്നതെല്ലാം ചെയ്യാം, ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകള് അത് കേൾക്കുമ്പോൾ സത്യത്തില് സംശയത്തോടുകൂടി പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അവസ്ഥയ അത് കുറെ കൂടി പോസിറ്റീവായിട്ട് സംശയം ഇല്ലാതെയാവുകയാണ്, കേൾക്കുന്ന ആൾക്കല്ല, പറയുന്ന ആൾക്ക്. അപ്പൊ ശരിക്ക് നിങ്ങൾ സാധിക്കുന്നതെല്ലാം ചെയ്യണം. ശരി സർ, ഒരാൾ വിചാരിച്ചാൽ ധാരാളം ചെയ്യാൻ സാധിക്കും. ഒന്നാലോചിച്ച് നോക്കാം, ഒരു 10-60-65 വർഷം ഒരു കുടുംബത്തിലെ ആൾക്കാരോ കുടുംബത്തിൽ വിധേയമായിട്ടുള്ള ആൾക്കാരോ മാത്രമാണ് ഭാരതം ഭരിച്ചത്. ആ കുടുംബത്തിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് നിന്ന ഒരാള് ഇന്ന് പ്രധാനമന്ത്രിയായി. ഭാരതം മുഴുവനും വിമർശിച്ച് കത്തിക്കാളി പത്രമാധ്യമങ്ങളെതിരായിട്ട് അമേരിക്കയിലുള്ള വിസ പോലും കൊടുക്കരുതെന്ന് ഭരിച്ചിരുന്നവർ പറഞ്ഞ ഒരു വ്യക്തി അകത്ത് കയറി ഏതാണ്ട് ഈ മെയ് മാസം 27-26 ആവുമ്പോൾ 3 വർഷം തികയുന്നു. ആ 3 വർഷം കൊണ്ട് ഭാരതത്തിലുണ്ടായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മനഃശാസ്ത്രപരമായ, പ്രതിരോധപരമായിട്ടുള്ള എല്ലാപരമായിട്ടുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഒരു 10-60-65-70 വർഷം വരെ ഉള്ളതിൽ നിന്ന് 70 വർഷവും 3 വർഷവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഭാരതം ഒരു പ്രത്യേക ഗർത്തത്തിലായിരുന്നു. 2G അഴിമതി, 3G അഴിമതി, ഈ അഴിമതിയുടെ പൂരമാണ് പുറത്ത് വന്നത്, വരാത്തത്. ആ അഴിമതി എന്ന നെഗറ്റീവിനെയാണ് ഭാരതം കൺവെർട്ട് ചെയ്തിട്ട് വേറൊരു പ്രധാനമന്ത്രിയാക്കി മാറ്റിയത്. ആ ഒറ്റയ്ക്ക് ആ വ്യക്തി ചെയ്യുന്നത് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഒറ്റയ്ക്ക് ചെയ്യുന്നു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങേര് തന്നെ ചെയ്യുന്നു എന്നല്ല. അദ്ദേഹം ഇത്രയും ധന്യമായിട്ട് നേതൃത്വം നൽകി ചെയ്യിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഒരു 10-40 ദിവസത്തെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും ഓരോ സ്ഥലത്തെ. ബംഗാളില് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിട്ട് ഏറ്റെടുത്തപ്പോ 35 വർഷത്തെ കുത്തക ഭരണം, പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായി തന്നെ നിലനിർത്തിക്കൊണ്ട് പാവപ്പെട്ടവന് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് 3.5 ദശാബ്ദ കാലം ഭരിച്ചതിൽ നിന്ന് ഒരു സ്ത്രീ, മമതാ ബാനർജി, ഒറ്റയ്ക്ക് അവരെന്താ ചെയ്തതെന്ന് നോക്കാം. ഇത്ര ഗംഭീരമായിട്ടാണ്. അവരുടെ പോളിസിയോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ, പക്ഷെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റും. ഒരു ശ്രീ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വിവേകാനന്ദന് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. ഒരു ശങ്കരാചാര്യർക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർ CV രാമന് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. ഒരു അരവിന്ദ മഹർഷിക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. ഒരു ചിന്മയാനന്ദന് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളുണ്ട്. വെറുതെ തിരിഞ്ഞു നോക്കാം. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ എടുത്ത് നോക്കാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തെ മാറ്റിമറിക്കാൻ
ഒരു വലിയ സമൂഹത്തെ തയ്യാറാക്കിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാരംഭം കുറിച്ചത് ഒരു വ്യക്തിയാണ്, ഒരു നെൽസൺ മണ്ടേല. സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം മാറ്റിക്കുറിച്ചു. തിന്മയുടെ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ തിന്മയ്ക്ക് മാതൃകയായിട്ട് നിൽക്കുന്ന ഒസാമ ബിൻ ലാദൻ. യഥാർത്ഥത്തിൽ ഈ ലോകം മുഴുവനും തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കാൻ യുദ്ധത്തെക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കാൻ, ഒരു യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പ് ഈ തീവ്രവാദത്തിനെതിരെ ഉണ്ടാക്കാൻ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിച്ച തിന്മയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഒസാമ ബിൻ ലാദൻ. അല്ലാഹുവിന്റെയും ഖുർആന്റെയും ദൈവത്തിന്റെയും പേരിൽ ജനങ്ങളെ സംഘടിപ്പിച്ചാൽ ലോകം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും നെഗറ്റീവായിട്ടുള്ള മനുഷ്യൻ. ഒരു രാഷ്ട്രത്തെ മുഴുവനും തിന്മയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച സദ്ദാം ഹുസൈന്റെ അവസ്ഥ നോക്കാം. ഗദ്ദാഫി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ നോക്കാം. അതൊക്കെ വ്യക്തികളാണ്. ഇഡി അമീൻ നോക്കാം, വ്യക്തികളാണ്. ആ വ്യക്തി നന്മയുടെ പ്രതീകമാവുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, തിന്മയുടെ പ്രതീകമാവുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഒരാൾ വിചാരിച്ചാലും ചെയ്യാൻ സാധിക്കും, ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് കയ്യടിക്കും, അഭിനന്ദനത്തിനും, പൊന്നാടയ്ക്കും, ബൊക്കേയ്ക്കും, സർട്ടിഫിക്കറ്റിനും, പത്മശ്രീക്കും വേണ്ടിയാവരുതെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര ധന്യമായിട്ട് ഒരു വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. തുറന്ന മനസ്സ്, ഇച്ഛാശക്തി, കുറച്ചറിവ്, ജ്ഞാനശക്തി, പ്രവർത്തിക്കാനുള്ള ആ ശരീരത്തിന്റെ കപ്പാസിറ്റി, ക്രിയാശക്തി ഏത് വ്യക്തിക്കും, ഏത് വീട്ടമ്മയ്ക്കും ചെയ്യാൻ സാധിക്കും, ഏത് പ്രായമായവനും ചെയ്യാൻ സാധിക്കും. കാനഡയിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, 84 വയസ്സൊക്കെയായി. അദ്ദേഹം 84 വയസ്സായിട്ട് കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇമെയിലും ഇന്റർനെറ്റും വാട്സപ്പും ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല, അത്രയും ഗംഭീരമാണ്. അങ്ങനെ ധാരാളം വ്യക്തികൾ ഇപ്പോൾ ഉണ്ട്. ഒരു ചെറിയ പയ്യൻ ഏറ്റുമാനൂരിലുള്ള മനുന്നോ മറ്റാണ് പേരെന്ന് തോന്നുന്നു. പഴയ കാലത്തെ നന്മ നിറഞ്ഞ പ്രഭാഷണങ്ങൾ പലരുടെയും അതിൽ നിന്ന് ചെറിയ ചെറിയ സന്ദേശങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ്. ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. വേറെ ചിലര് നമ്മൾ ഇതുവരെ കേൾക്കാത്ത വ്യക്തികളുടെ കൊട്ടേഷൻസ് അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ അംശങ്ങൾ, പാട്ട് മുഴുവനും അല്ല, അതെല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കാം. വേറെ ചിലരുണ്ട് അതിശക്തമായ ഭാഷയിൽ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക, അതിശക്തമായ ഭാഷയിൽ. ചിലരെല്ലാം അവരുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ഉപയോഗിച്ച് കാർട്ടൂൺ വരെ വരച്ച് ഗംഭീരമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. പണ്ട് ഈ യേശുദാസൻ എന്ന കാർട്ടൂണിസ്റ്റിന്റെ അങ്ങനെ കുറേ കാർട്ടൂണിസ്റ്റിന്റെ കാർട്ടൂണുകൾ നോക്കിയിട്ട് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു അത്രേ, ഒരു എഡിറ്റോറിയൽ എഴുതുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ് ഈ കാർട്ടൂണിലൂടെ വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ മാതൃഭൂമിയുടെ ഗോപികൃഷ്ണൻ എന്ന ആ വ്യക്തിയുടെ കാർട്ടൂൺ നോക്കിയാൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിക്ക് കുളിച്ചാൽ പോലും പോവാത്ത അത്രയും ആയിട്ടുള്ള ക്രിറ്റിസിസത്തിന്റെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ധാരാളമായിട്ട് ചെയ്യാൻ സാധിക്കും. പഠിപ്പിക്കുന്ന യജ്ഞം, ഏത് വിഷയം അറിയുന്നുണ്ടോ അത്, ഏത് കാര്യത്തിൽ ചിലരെ സഹായിക്കാൻ പറ്റുമോ അത്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആ ധാരണ പൂർണ്ണമായിട്ട് മാറ്റാം.
വിവേകാനന്ദനും ശങ്കരാചാര്യരും ആവാൻ സാധിച്ചില്ലെങ്കിൽ വിട്ടേക്കാം. സാധാരണ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ചെറിയ കവിതകൾ എഴുതി പ്രസിദ്ധീകരിക്കൽ അല്ലെങ്കിൽ അറിയാവുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടത് പഠിച്ച് പഠിപ്പിക്കാൻ സാധിക്കും. നല്ല നല്ല സജഷൻ കൊടുക്കാൻ സാധിക്കും. നല്ല നല്ല വ്യക്തികളുടെ CD-കളൊക്കെ ഉണ്ട്, അത് കോപ്പി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ലോകത്തില് ശരിക്കും സ്വർഗവാതിൽ 4 വശത്തും തുറന്നിരിക്കുക. ഒന്ന് ഇറങ്ങാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം മതി, ധാരാളം ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിലെ രോഗം പോലും നമ്മൾ അറിയില്ല. കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് എൻ്റെ BP 100, 170, 98, 160 ആയിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ലാബറട്ടറി പോയിട്ട് BP നോക്കിയപ്പോൾ അവർ പറയുമായിരുന്നു, സാറേ എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ, 84, 140 സാറിൻ്റെ BP. ഞാൻ ഇതുവരെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. പക്ഷെ ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവും, ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. നല്ല ടെൻഷനുള്ള അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഇത്രയും പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോഴും BP കൂടിയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം വ്യക്തിപരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തതല്ല, ഇങ്ങനൊരു ഉദ്ദേശവും എനിക്കില്ല. അപ്പം നിരന്തരം നമ്മൾ വർക്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്റലക്ച്വലി വർക്ക്, ഫിസിക്കൽ വർക്ക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ഒഫീഷ്യൽ വർക്ക്, വെറുതെ പോയിട്ട് ഓഫീസിൽ ജോലി കഴിച്ചിട്ട് വരിക, അങ്ങനെയല്ല. കുറേ എണ്ണത്തിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആൾക്കാരെ മാറ്റുക. അത് സാധിക്കട്ടെ നിങ്ങൾക്ക്. പ്രണാമം, നമസ്കാരം.